വ്യാവസായിക കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറ. അവിടെ തലയെടുപ്പോടെ നിൽക്കുന്നു പൊതുമേഖലാ സ്ഥാപനമായ ദി കേരള സിറാമിക്സ് ലിമിറ്റഡ്. കളിമണ്ണിൽ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിൽ സ്പ്രേഡഡ് കയോളിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാന്റാണിത്. വൻതോതിലുള്ള വെള്ള കളിമൺ നിക്ഷേപമാണ് കുണ്ടറയ്ക്ക് കളിമൺ വ്യവസായത്തിൽ പ്രമുഖ സ്ഥാനം നേടിക്കൊടുത്തത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് കുണ്ടറയിലെ കളിമൺ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1963 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടർന്നു. പോഴ്സലൈൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന പോഴ്സലൈൻ യൂണിറ്റും പേപ്പർ പെയിന്റ് വ്യവസായത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കയോളിൻ നിർമ്മിക്കുന്ന ക്ലേ ആൻഡ് മിനറൽസ് യൂണിറ്റുമായിരുന്നു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. പ്രൌഢിയുടെ പ്രതീകമായിരുന്നു ഇവിടെ നിർമ്മിച്ച പോഴ്സലൈൻ ഉൽപ്പന്നങ്ങൾ. കൊല്ലം മുണ്ടൈക്കരയിൽ സിഡ്കോ നടത്തിയിരുന്ന സാനിറ്ററി വെയർ യൂണിറ്റും 80കളിൽ കമ്പനിയുടെ ഭാഗമായി. നഷ്ടത്തിലായതോടെ പോഴ്സലൈൻ യൂണിറ്റും സാനിറ്ററി വെയർ യൂണിറ്റും കാലക്രമേണ പ്രവർത്തനം നിർത്തി. ആകുമ്പോഴേക്കും പൂർണ്ണമായും അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു സ്ഥാപനം. അവിടെ നിന്നാണ് ഫീനിക്സ് പക്ഷിയെ പോലെ ഈ തിരിച്ചുവരവ്. 2018 മുതൽ ലാഭത്തിലായി. 2016 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും കമ്പനി ഒരു അടച്ചുപൂട്ടലിന്റെ നഷ്ടങ്ങൾ കൂടിയ ഒരു അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലെത്തി നിൽക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യമെടുത്ത് കമ്പനിക്ക് ഒരു പ്രോജക്റ്റ് അനുവദിച്ചു. 2016 ആദ്യ പാദത്തിൽ നമുക്ക് വെറും മാസം 150 ടൺ എന്ന നിലയിലേക്ക് പ്രൊഡക്ഷൻ എത്തി താഴ്ന്നുപോയത് 1100 1200 ടണ്ണിനിടയ്ക്ക് ഒരു മാസം പ്രൊഡക്ഷൻ എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഏകദേശം 4 കോടി രൂപ പ്രവർത്തന നഷ്ടത്തിലായിരുന്ന കമ്പനി അത് ഇന്ന് പ്രവർത്തന ലാഭത്തിലെത്തിയിരിക്കുക. ഏകദേശം 1/2 കോടി രൂപയോളം പ്രവർത്തന ലാഭത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് എത്താൻ സാധിച്ചു. നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ ഡീസൽ ഇന്ധനം ഒഴിവാക്കിയതും അസംസ്കൃത വസ്തുവായ കളിമണ്ണിന്റെ ലഭ്യത ഉറപ്പാക്കാൻ ഖനനഭൂമി വാങ്ങിയതും ഉൽപാദന പ്രക്രിയയും സാങ്കേതിക വിദ്യയും കാലാനുസരണം നവീകരിച്ചതും മുന്നോട്ടേക്കുള്ള വഴി തുറന്നു. ഇത് ബ്ലഞ്ചിങ് ആൻഡ് റിഫൈനിങ് സെക്ഷൻ. മൈൻ ചെയ്തെടുത്ത റോക്ക് ക്ലേ ഫീഡ് ചെയ്യുന്ന പ്ലാന്റാണ് ബ്ലഞ്ചിങ് ആൻഡ് റിഫൈനിങ് സെക്ഷൻ. ഇവിടെ വെള്ളവും ക്ലേയും കൂടി ഒരുപോലെ മിക്സ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള പ്ലാന്റാണ് ഇവിടെ. ബ്ലഞ്ചർ ആൻഡ് റിഫൈനിങ് സെക്ഷനിൽ നിന്നും കളക്ട് ചെയ്യുന്ന ക്ലേ ബാച്ചിങ്ങിനും ബ്ലീച്ചിങ്ങിനും ശേഷം നമ്മൾ ഫിൽട്ടർ പ്രസ് സെക്ഷനിലേക്ക്, അതായത് ഈ സെക്ഷനിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഇവിടെ 28% തൊട്ട് 32% വരെ മോയ്സ്ചറിൽ നമുക്ക് കേക്ക് രൂപത്തിൽ ക്ലേ ലഭിക്കുന്നു. ഇതിനെ ഫർദർ മോയ്സ്ചർ കൂടാതെ തന്നെ സ്പ്രേഡർ സെക്ഷനിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ സെക്ഷൻ്റെ പ്രധാന ധർമ്മം. കേരള സിറാമിക്സ് ലിമിറ്റഡിൻ്റെ പഴയ ഫിൽട്ടർ പ്രസ് സെക്ഷനാണിത്. പൂർണ്ണമായും മാനുവലായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. 1971 സ്ഥാപിതമായതാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ നവീകരിച്ച സെമി ഓട്ടോമാറ്റിക് പ്ലാന്റാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഇതാണ് നവീകരിച്ച സ്പ്രേ ഡ്രയർ സെക്ഷൻ. പ്രോസസ്സ് ചെയ്ത ചൈന ക്ലേ സ്ലറി നമ്മൾ ഇവിടെയാണ് ഫീഡ് ചെയ്ത് പൗഡർ ഫോമിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം ബാഗ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. നിർമ്മാണ ചെലവ് കുറയ്ക്കാനായി ഡീസലിൽ നിന്ന് 2018 LPGയിലേക്ക് ഇന്ധനം മാറ്റിയത്. LPGയിൽ നിന്ന് LNGയിലേക്ക് ചുവടുമാറ്റുന്നതോടെ
ഇന്ധനച്ചെലവ് ഇനിയും കുറയ്ക്കാനാകും. പ്രധാനപ്പെട്ട പേപ്പർ നിർമ്മാതാക്കളായിട്ടുള്ള DNPL, ITC, അതുപോലെ തന്നെ മറ്റു ഉത്തരേന്ത്യൻ കമ്പനികളെല്ലാം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായ മാറ്റം സിറാമിക്സിലും വന്നിട്ടുണ്ട്. 2015 അവസാന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ജീവനക്കാരെ പേടിപ്പെടുത്തുന്ന തരത്തിലായി. അതായത് ശമ്പളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊക്കെ ഒരു സാഹചര്യങ്ങളിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ പുതിയൊരു ഗവൺമെൻറ്റും ഭരണ സംവിധാനമൊക്കെ വന്ന് പിന്നെ ആധുനിക രീതിയിലുള്ള മെഷീനറിയും മറ്റുമൊക്കെ സ്ഥാപിച്ച് ഈ സ്ഥാപനം ഭാവിയിലേക്ക് നല്ലൊരു കുതിപ്പിനുള്ള തയ്യാറെടുപ്പിൽ എത്തി നിൽക്കുകയാണ്. 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എല്ലാം ശരിയാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ നമുക്ക് ഫണ്ട് അനുവദിക്കുകയും അത് നമ്മുടെ പുതിയ പ്ലാന്റിൻ്റെ ആയാലും മൈനിങ്ങിൻ്റെ ആയാലും സ്ഥലം എടുക്കുന്നതായാലും ശരി നമുക്ക് എല്ലാവിധ ഗവൺമെൻറ് ഭാഗത്തുള്ള സഹായങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ട്. പെയിൻറ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡ്, രണ്ടാമത്തത് ടോപ്പ് കോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം, മൂന്നാമത് അഡീഷണൽ മൈനിങ് ലാൻഡ് എടുക്കുക, നാലാമത് കാൽസൈൻ ക്ലേ. ഈ 4 പ്രോജക്റ്റുകളാണ് കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോജക്റ്റുകളായിട്ട് ഇന്ന് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ തൊഴിലവസരമടക്കം സ്ഥാപനം നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുന്നില്ലെന്ന് ചുരുക്കം.